which ഏത്? What എന്ത്? Where ഉണ്ട്? Which ഏത്? Who ആര്? What എന്ത്? Where ഉണ്ട്? Which ഏത്? Who ആര്? Whom ആരെ? Whom ആരെ? കൂട്ടിട്ടൊരു എം ഇടാം. Whom. Whose ആരുടെ? Whose 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 ആരുടെ? W ഇതില്ലേ? WHOSE whose. Whose ഇതില്ല? Whose ഇങ്ങനെ. How എങ്ങനെ? How എങ്ങനെ? ഇതിപ്പോ നിങ്ങൾ പഠിക്കും, ഫുൾ പഠിക്കും. How എങ്ങനെ? Why എന്തുകൊണ്ട്? How എങ്ങനെ? ഇതോ why എന്തുകൊണ്ട്? How many? How many? How many? this spelling കിട്ടാതെ ചോദിക്കാം. How many? എത്ര എണ്ണം? How many? എത്ര എണ്ണം? How many എത്ര എണ്ണം? How much? എത്രത്തോളം? How much? എത്രത്തോളം? How much? എത്രത്തോളം? How many? എത്ര എണ്ണം? How much? എത്രത്തോളം? How long? How long? How long? എത്ര കാലം? എത്ര കാലം? How often? How often? Often എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ how എന്നിട്ട് often എന്ന് എഴുതണം കേട്ടോ. Often എന്ന് എഴുതണം. എത്ര തവണ? എത്ര തവണ? ഓക്കെ, ഇപ്പൊ ഇത്രയും സംഭവം നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് പഠിക്കണം. ഓഫന്റെ സ്പെല്ലിംഗ് OFTEN. എത്ര തവണ? ഓക്കെ, റെഡി? റെഡിയാണോ? എനി കൺഫ്യൂഷൻ? എന്താണ് പറയുന്നത്? പറഞ്ഞില്ല. ആ വാട്ടിന് നേരെ താഴെ ബെന്ന് എഴുതി കൊടുത്തേ. വാട്ടിന് നേരെ താഴെ ബെന്ന് എഴുതി കൊടുത്തേ. വാട്ടിന് നേരെ താഴെ ബെന്ന് എഴുതി കൊടുക്കും. എഴുതാം. ഈ സെഷൻ ആദ്യത്തെ ഈ വാട്ടെന്ന് വെന്നപ്പോഴൊക്കെ 5 മിനിറ്റ് തീരണം. വെന്നപ്പോൾ ഓക്കെ, കഴിഞ്ഞു കുട്ടികളെ.
ക്ലിയർ ആണോ? എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. നോക്കാം. റെഡി? അപ്പം സ്റ്റാർട്ട് ചെയ്യാണ്. വട്ടെന്ത് വെന്നെപ്പോൾ വേറെ വിടവിച്ചേത് ആരും ആരേ ആരുടെ വട്ടെന്ത് വെന്നെപ്പോൾ വേറെ വിടവിച്ചേത് ആരും ആരേ ആരുടെ വട്ടെന്ത് വെന്നെപ്പോൾ വേറെ വിടവിച്ചേത് ആരും ആരേ ആരുടെ വട്ടെന്ത് വെന്നെപ്പോൾ വേറെ വിടവിച്ചേത് ആരും ആരേ ആരുടെ. once more. വട്ടെന്ത് വെന്നെപ്പോൾ വേറെ വിടവിച്ചേത് ആരും ആരേ ആരുടെ. എങ്ങനെ വയ്യന്ത് കൊണ്ടേ എത്ര എണ്ണം ഹൗ മച്ച് എത്രത്തോളം ഹൗ ലോങ് എത്ര കാലം ഹൗ ഫാർ എത്ര ദൂരം. പറയണം ഇല്ല, നമുക്ക് ആഡ് ചെയ്യാം അവിടെ കേട്ടോ. ഹൗ ഫാർ എത്ര ദൂരം. ഹൗ ഫാർ FAR എത്ര ദൂരം. ഫാർ എന്ന ദൂരം. ഫാർ ഹൗ ഫാർ എത്ര ദൂരം. യെസ് എക്സാക്ട്ലി. എത്ര തവണ കിട്ടിയ ഓൾ ഓഫീസിനാ ഒറ്റ പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കും. റെഡി? ഓക്കെ, നോക്ക്. വട്ടെന്ത് വെന്നെപ്പോൾ ഒരുമിച്ച് പറയേ. വട്ടെന്ത് വെന്നെപ്പോൾ വേറെ വിടവിച്ചേത് ആരും ആരേ ആരുടെ. ഹൗ എങ്ങനെ വയ്യന്ത് കൊണ്ട് ഹൗ മേനിയേ എത്ര എണ്ണം ഹൗ മച്ച് എത്രത്തോളം. വെരി ഗുഡ്. ഹൗ ഫാർ എത്ര ദൂരം ഹൗ ഓപ്പൺ എത്ര. ഈ ഒരു സാധനം നിങ്ങൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ പാടുക, കുട്ടികളെ പാടുക, പാടി കൊടുക്കുക, കുട്ടികളെ പാടുക, കുട്ടികളെ പാടി കൊടുക്കുക. ഇങ്ങനെ പാടി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തമ്മിൽ കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾ രക്ഷപ്പെടും. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളും തമ്മിൽ ബന്ധമുണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ +1കാരുടെ ഒരു പേപ്പർ എടുക്കാം. +1കാർ നിങ്ങളെ പേപ്പർ എടുത്ത കയ്യിൽ എടുത്തോ. +1 ഭയങ്കര രസകരമാണ്. +1 ക്ലാസ്സുകൾ മുഴുവനും +2കാർക്ക് അതിൽ ഓർമ്മയുണ്ടാവും. ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എല്ലാ ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടും നമ്മുടെ ഐഡിയ ഉണ്ടാക്കാം. നമ്മുടെ മുഴുവൻ ചാപ്റ്റേഴ്സ് ഇപ്പോൾ കയ്യിലായി. മുഴുവൻ ചാപ്റ്റേഴ്സും കയ്യിലായി. ഇല്ല, ആകെ ചെയ്യേണ്ടതാണ് ഈ ചാപ്റ്റേഴ്സ് നിങ്ങളുമായിട്ടൊരു ബന്ധം വേണം. വേണം. ആ +1 ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. ഓക്കെ, The story of my life. എന്താണ് പാഠത്തിന്റെ പേര്? The story of my life. അപ്പോൾ ഇനി നിങ്ങൾ എന്നെ മാത്രം നോക്കിയാൽ പോരാ, ഞാൻ തന്ന നോട്ട് നോക്കണം. റെഡി? ഓക്കെ. The story of my life. ഈ സ്റ്റോറി നിങ്ങൾക്ക് അറിയുന്ന കാര്യം പറഞ്ഞേ. ഈ സ്റ്റോറി എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? ആരുടെ ജീവിതം? ഹെലൻ കെല്ലറുടെ കഥ. ഹെലന്റെ ടീച്ചറുടെ പേരെന്താ? ഹെലൻ കെല്ലറും ടീച്ചറിന്റെ കഥയാണ് ഇതിലുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ഹെലൻ കെല്ലറിനെ കുറിച്ച് എന്താ അറിയാം? Who was Helen Keller? ബ്ലൈൻഡ് ആണെന്ന് അറിയാം, കാഴ്ചയില്ലാന്ന് അറിയാം, കേൾവിയില്ല. അപ്പൊ കേൾവിയില്ലാതെ നമ്മൾ പറയാം ടഫ്. എന്താ പറയാ? ടഫ്. സംസാരിക്കാൻ പറ്റുന്നത് എന്താ പറയാ? ടഫ്. ആരാ പറഞ്ഞേ? വെരി ഗുഡ്. ടഫ്, ടംബ്, കണ്ണ് എന്താ പറയാ? ബ്ലൈൻഡ്. അപ്പോ ഹെലൻ കെല്ലർ എങ്ങനത്തെ ആളാണ്? ടഫാണ്, ടംബാണ്,
ബ്ലൈൻഡ് ആണ്. എങ്ങനെയാണ് എന്ന് പറയാ? ഡെഫ് ആണ്, ഡംബ് ആണ്, ബ്ലൈൻഡ് ആണ്. എന്നാ അതായത് കുട്ടിക്കാലം. അപ്പൊ കുട്ടിക്കാലത്തിന് എന്താ ഇംഗ്ലീഷ് പറയാം? ചൈൽഡ്ഹുഡ്. അപ്പൊ ചൈൽഡ്ഹുഡ് നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ became dumb, deaf, blind എന്ന് പറയാം. അല്ലെങ്കിൽ became dumb, deaf, blind എന്ന് പറയാം. ഹെലൻ കെല്ലർ എന്നുള്ള പേര് നിങ്ങൾക്ക് അറിയാം. She became dumb, deaf, blind. പറഞ്ഞേ ഒന്നുകൂടി. dumb, deaf, blind. ഓക്കെ. അപ്പൊ ഹെലൻ കെല്ലർ dumb, deaf, blind. ഇത്ര കിട്ടിയല്ലോ. അപ്പൊ ഹെലന്റെ ടീച്ചർ പേരെന്താ? ആൻസർ നിങ്ങൾക്ക് അറിയാം. ഓക്കെ. അപ്പൊ ഹെലൻ കെല്ലർ became dumb, deaf, blind in his childhood. ഇത്ര കിട്ടിയോ? ഒന്ന് പറഞ്ഞേ. ബ്ലൈൻഡ് ആയി. ഓക്കെ. ടീച്ചർ പേര് ആനി സലീവൻ ആണെന്ന് എങ്ങനെ പറയാം? എങ്ങനെ പറയാം? ടീച്ചർ നെയിം പറയാം. അപ്പോൾ ടീച്ചർ നെയിം ഇത്രയും അറിയാലോ. അവിടെ പറയാം ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഈ എഴുതിയ ഈ ഒരു സാധനം, ഈ ഒരു സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നുള്ളത് ആത്മകഥ നിങ്ങൾക്ക് അറിയാലോ. ആത്മകഥക്ക് എന്താ ഇംഗ്ലീഷ് പറയാം? ഓട്ടോബയോഗ്രഫി. ഓക്കെ. ഓട്ടോബയോഗ്രഫി പറഞ്ഞേ നമുക്ക് എല്ലാവരും ബയോഗ്രഫി ഒരാൾ ഓട്ടോബയോഗ്രഫിക്ക് എത്തിയില്ല. ശരി. അപ്പൊ ഡംബ്, ഡെഫ്, ബ്ലൈൻഡ്, ഓട്ടോബയോഗ്രഫി എന്താണ്? ആത്മകഥയാണ്. ആരുടെ ആത്മകഥ? ഹെലൻ കെല്ലർ. ആത്മകഥ എന്ന് പറഞ്ഞാൽ എന്താ? ജീവചരിത്രം. ഞാൻ ജനിച്ചു മുതൽ ഞാൻ മരിക്കുന്ന ഒരേ കാര്യം ഞാൻ എഴുതും എന്റെ ജീവചരിത്രം. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഇനി അവള് എന്തായി? അവള് ഭയങ്കര ഫേമസ്. ഇത്രയും കാര്യം നമുക്കറിയാം. ഒന്ന് അടിപൊളി അല്ലെങ്കിൽ ഡംബ്, ഡെഫ്, ബ്ലൈൻഡ് നമുക്കറിയാം. രണ്ട് ടീച്ചറിന്റെ നെയിം ആൻസലിൻ അറിയാം. ടീച്ചറാണ് അവളെ ഹെൽപ്പ് ചെയ്തു നമുക്കറിയാം അല്ലെ? പിന്നെ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്താണ്? അവളുടെ ഓട്ടോഗ്രാഫ് ബയോഗ്രഫി എന്ന് പറയാം. അവള് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള ആളുകളുടെ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോലി കൊണ്ട് അഡ്വക്കേറ്റ് അല്ല, പക്ഷെ ഈ ഡിസബിലിറ്റി ഉള്ള ആളുകളുടെ പ്രതിനിധിയായിട്ട് അവളെ എന്ത് ചെയ്യുന്നു? നിലകൊണ്ടിരുന്നു. ഇത്രയും നിങ്ങൾക്ക് അറിയില്ല. ഞാൻ പേപ്പറിലേക്ക് പോയി. ഹെലൻ കെല്ലർ, ഹെലൻ കെല്ലർ റിമെമ്പേർഡ്, ഓർമ്മിക്കപ്പെടുന്നു. റിമെമ്പർ എന്താ? ഓർമ്മിക്കുക. ഹെലൻ കെല്ലർ റിമെമ്പേർഡ്, ഹെലൻ കെല്ലർ ഓർമ്മിക്കപ്പെടുന്നു. ആസ് ആൻ അഡ്വക്കേറ്റ്, ഒരു പ്രതിനിധിയായിട്ട് അറിയപ്പെടുന്നു. ആരെ? ഫോർ ദ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്, ഡിസബിലിറ്റി ഉള്ള ജനങ്ങളുടെ. അപ്പൊ ഹെലൻ കെല്ലർ ചെയ്താ പറഞ്ഞാൽ ആദ്യം ചെയ്തു. ഹെലൻ കെല്ലർ റിമെമ്പേർഡ് ആസ് എ അഡ്വക്കേറ്റ് for the people with a disability. പഠിച്ചോ? ഹെലൻ കെല്ലർ റിമെമ്പേർഡ് എന്നാല് റിമെമ്പർ, ഓർമ്മിക്കുക അല്ലെ? ഹെലൻ കെല്ലർ റിമെമ്പേർഡ് ആസ് എ for people with a disability. ആ വരി വായിക്കുമ്പോൾ അർത്ഥം നിങ്ങളെ ഹൃദയത്തിൽ തെളിയുന്നില്ലെങ്കിൽ എന്നോട് പറയണം. മനസ്സിലായി? വളരെ സിമ്പിൾ ആണ്. ഇതിപ്പോ കാണാൻ പഠിച്ചു പോകും നിങ്ങൾ. ഹെലൻ കെല്ലറെ കുറിച്ചിട്ട് എപ്പോഴെന്ന് ചോദിച്ചാലും ഒരു 10 മാർക്ക് നിങ്ങൾ കരസ്ഥമാക്കും, ഉറപ്പാണ്. നോക്കൂ. ഇനി രണ്ടാമത് നോക്കുക. She was born. അവൾ ജനിച്ചു. She was born. The born എന്ന് എഴുതി കഴിഞ്ഞതിന് മുമ്പ് എന്ത് എഴുതണം നമ്മള്? Was born. അപ്പൊ പ്രൊഫൈല് തന്നിട്ട് പ്രൊഫൈല് മാറ്റി എഴുതാൻ തരും നിങ്ങൾക്ക്. പ്രൊഫൈല് മാറ്റി എഴുതാൻ തരും. ഇപ്പൊ ഷാഫി തന്ന് എന്റെ പുറത്ത് 1988 ഇങ്ങനെ ഇട്ടു. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പ്രൊഫൈല് മാറ്റി എഴുതുമ്പോൾ അന്നെങ്ങനെ എഴുതാ? ഷാഫി was born. ഈ വാസിനാണ് അവിടെ മാർക്ക്. മനസ്സിലായോ? വാസ് ചേർക്കൽ പഠിച്ചോ? പ്രൊഫൈൽ മാറ്റി പഠിച്ചോ? ഓക്കെ, ശരി. അപ്പൊ she was born, അവൾ ജനിച്ചു. എന്ന് ജനിച്ചു? ജൂൺ 27 1880 ആര് ജനിച്ചു? ഹെലൻ കെല്ലർ ജനിച്ചു. എവിടെ? അറ്റ് അലബാമ ഇൻ അമേരിക്ക. അപ്പൊ രണ്ട് സ്ഥലങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെറിയ സ്ഥലത്തിന് മുമ്പിൽ അറ്റും വലിയ സ്ഥലത്തിന് മുമ്പിൽ എന്തിടും? ഇന്നിടും. പഠിച്ചല്ലോ. രണ്ട് സ്ഥലങ്ങൾ വന്നാൽ ഒരു എക്സാമ്പിൾ കാഞ്ഞങ്ങാട്, കാസർഗോഡ് രണ്ടുമുണ്ട്. അപ്പൊ നമ്മള് അറ്റ് കാഞ്ഞങ്ങാട് ഇൻ കാസർഗോഡ്. കാസർഗോഡ് ഉണ്ട്, കേരള ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അറ്റ് കാസർഗോഡ് ഇൻ കേരള.
കേരളയിൽ ഇന്ത്യയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയും? അറ്റ് കേരള ഇൻ ഇന്ത്യ. ക്ലിയർ ആയോ? അറ്റ് പഠിച്ചോ? സിമ്പിൾ ആണ്. ഇംഗ്ലീഷ് ഭയങ്കര എളുപ്പമാണ്. ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോ ഹെലൻ കെല്ലർ വാസ് ബോൺ അറ്റ് അലബാമ ഇൻ അമേരിക്ക. അപ്പൊ അമേരിക്കയിലെ അലബാമയിലാണ് ആര് ജനിച്ചത്? ഹെലൻ കെല്ലർ ജനിച്ചത്. ഇപ്പൊ ആ ഒരു സാധനം ഓർമ്മയില്ലേ? ഹെലൻ കെല്ലർ റിമെമ്പർഡ് ആസ് അഡ്വക്കേറ്റ് ഓഫ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി. ഇതിങ്ങനെ എഴുതി നിറഞ്ഞാണ്ടല്ലോ നിങ്ങൾ പരീക്ഷ മതി. നോക്ക്, അടുത്ത് നോക്ക്. അടുത്ത പോയിന്റ് നിങ്ങൾ കാണാൻ പഠിച്ച പോയാണ്. ഹെലൻ കെല്ലർ ആയി തീർന്നു. എന്ത്? ടഫ്, ചെവി കേൾക്കാത്ത, ടംബ്, സംസാരിക്കാൻ കഴിയാത്ത, ബ്ലൈൻഡ്, കണ്ണ് കാണാൻ കഴിയാത്ത. when she was very young, അവൾ വളരെ ചെറുതായ സമയത്ത് തന്നെ കിട്ടിയോ? അപ്പൊ ഈ വരി നമ്മൾ നേരത്തെ പഠിച്ചാണ് അല്ലേ? എന്ന് പറഞ്ഞേ ഹെലൻ കെല്ലർ ടഫ്, ടംബ്, ബ്ലൈൻഡ് when she was very young. കഴിഞ്ഞില്ലേ? യെസ്. ഇനി നോക്കണേ. ഹെലൻ learned to communicate. ഹെലൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിച്ചു. ഹെലൻ learned പറഞ്ഞാല് പഠിച്ചു. ഹെലൻ സ്റ്റഡീഡ് എന്നാണ്. ഹെലൻ learned പറഞ്ഞാല് ഹെലൻ കെല്ലർ പഠിച്ചു ടു കമ്മ്യൂണിക്കേറ്റ്. കമ്മ്യൂണിക്കേറ്റ് എന്താ? ആശയവിനിമയം നടത്താൻ. ഞാനും ആസർക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ്. ഞാനും സൗമ്യം സംസാരിക്കുകയാണെങ്കിൽ ടു കമ്മ്യൂണിക്കേറ്റ്. കിട്ടിയോ? അപ്പൊ കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയവിനിമയം നടത്താൻ. അപ്പൊ ആശയവിനിമയം ഇവർക്ക് സംസാരിക്കാൻ കഴിയോ? ചെവിയേക്കോ? കണ്ണു കാണോ? ഒന്നുമില്ല. എന്നിട്ടും സംസാരിക്കാൻ പഠിച്ചു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹെർ ടീച്ചർ. ആരുടെ സഹായത്താലേ? ടീച്ചറുടെ സഹായത്താലേ. ടീച്ചറുടെ പേരാ കൊടുക്കുന്നത് ആൻ സള്ളിവൻ. ഓക്കെ. അടുത്ത പോയിന്റ്, ഷി ഓതേർഡ്. അവൾ എഴുതി. ഓതേർഡ് പറഞ്ഞാൽ എഴുതുക എന്നതിന് അപ്പത്തേക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി എന്നുള്ളതിന് ഓതേർഡ് പറയാം. ഷി ഓതേർഡ്. ആരാണ് ഈ ഷി? ഷി എന്താ? അവൾ. ഹി എന്താ? ഹി, അവൻ. ഹി, ഹിസ് നെയിം, അവന്റെ പേര്. ഹി, അവൾ. ഹെർ നെയിം, അവളുടെ പേര്. ഓക്കെ. ഷി ഓതേർഡ്. അവൾ എഴുതി. എത്ര ബുക്ക്? 12 ബുക്ക് എഴുതി. ഓക്കെ. എന്നിട്ടോ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ഈസ് ഹെർ ഓട്ടോബയോഗ്രഫി. ഈ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്താണ്? അവളുടെ ഓട്ടോബയോഗ്രഫി. ഇപ്പൊ ശരിക്കും നിങ്ങൾ ഒന്നാമത്തെ പാഠം പഠിച്ചു കഴിഞ്ഞോ? എത്ര മിനിറ്റ് നമ്മൾ എടുത്തേ? ഒരു 4-5 മിനിറ്റ് കൊണ്ട് ഒന്നാമത്തെ പാഠത്തിന്റെ ഒരു കോർ സാധനം നമ്മൾ പഠിച്ചു. കാരണം ഒരു 10 മിനിറ്റ് ആയിട്ട് ഏകദേശം 11 നമ്മൾ നമ്മളെ പാട്ട് കഴിയുന്നത് അല്ലേ? അപ്ഡേറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ 11 പഠിച്ചു. 11, 20, 25 ആയപ്പോഴേക്കും എന്താ അവസാനിച്ചു? ഒരു പാഠം പഠിച്ചു. സാധാരണ ഈ പാഠം പഠിക്കാൻ നമ്മൾ എത്ര സമയം എടുക്കും? എക്സാമ്പിൾ ഈ ബുക്ക് ഒന്ന് മുഴുകെ ഈ ബുക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്റെ ഈശ്വരാ 3 പേജ്. ചെറിയൊരു പേടി കൊടുങ്ങൂലേ? അപ്പൊ ഇനി പേടി അടുത്ത് സാറ് 5 മിനിറ്റ് പഠിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോ എന്താ കാര്യം എന്ന് അടുത്തൊരു ചോദ്യം ഉണ്ടാവും. ഞാൻ പറയാം, ഫാൻ ഓഫ് ആണ് വരാണോ മനസ്സിൽ പ്രയാസം? ഓഫായോ? ഈ അശ്വർ ഓഫായോ? ഈ ഒറ്റ മാർഗിയുള്ളൂ. ആ പ്ലഗ് ഒന്നിനെ വലിച്ചിട്ട് വലിക്കുന്നതല്ല, അത് ഊരിട്ടത്. അതാദ്യം നോക്കണേ. അത് അറിയിക്കൊണ്ടിരിക്കുകയാണ്. ആ ലെങ്ത് കിട്ടും. അത് വലിച്ചാൽ പരിപാടി കഴിഞ്ഞു. ക്ലിയർ? ഇത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നല്ലോ. ഈ നിങ്ങളുടെ പേജിന്റെ അതേ പേജിന്റെ ഞാൻ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ +2കാരുടെ ഒരു പാഠം കൂടി കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് ഞാൻ പറയാം. +2കാരെടുത്ത് പാഠം എടുത്ത് പോയം. ഒന്നാമത്തെ പാഠം ദ പോയം. റെഡി? ഓക്കെ. ദ പോയം എന്ന് പറയുന്നത് നിങ്ങൾ ഓർമ്മിക്കുക, ഇത് ആരാണ് എഴുതിയത് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം.
ഈ എഴുതിയത് എന്ന് പറയുമ്പോൾ നമ്മള് എങ്ങനെ ഇംഗ്ലീഷ് പറയാ? Written. Very good. The poem written by, the story written by, the drama written by. Okay? The poem written by, the drama, the story, the drama, the drama written by, the story written by. ഇങ്ങനെ എല്ലാം റിട്ടൺ ബൈ എന്ന് എഴുതാൻ നിങ്ങൾ പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് എഴുതിയ ആളറിയെങ്കിൽ റിട്ടൺ ബൈ എന്ന് കൊടുക്കാം. അപ്പൊ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഒന്നാം പിന്നെ പ്രശ്നക്കാർ പാടുന്ന ദ പോയം. അപ്പൊ അതിന്റെ പേരെന്താ? ദ ട്രാവൽ. ട്രാവൽ എന്നുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ട് ടൈപ്പിംഗ് എറർ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ദ ട്രാവൽ ആരാണ്? ബൈ R.L. സ്റ്റീവൻസൺ. പോർട്രേറ്റ്സ്. പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ചിത്രീകരിക്കുന്നതിന് അർത്ഥമുള്ളൂ, അല്ലെങ്കിൽ പറഞ്ഞു തരുന്നു, ചിത്രീകരിക്കുന്നു, വിശദീകരിക്കുന്നു എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ആ പോർട്രേറ്റ് എന്ന് പറഞ്ഞ അർത്ഥം. ദ ഡ്രീംസ് ഓഫ് എ ബോയ്. ആരുടെ സ്വപ്നങ്ങൾ? ഒരു കുട്ടിയുടെ സ്വപ്നങ്ങൾ. ഹു വാണ്ടഡ് ടു ട്രാവൽ. ഹു വാണ്ടഡ് എന്നാണ് എന്താ അർത്ഥം? ആഗ്രഹിച്ചു. വാണ്ടഡ് ടു ട്രാവൽ എന്ന് പറഞ്ഞാല് വാണ്ടഡ് ടു ഈറ്റ് എന്ന് പറഞ്ഞാല് തിന്നാൻ ആഗ്രഹിച്ചു. വാണ്ടഡ് ടു ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോവാനായിട്ട്. വാണ്ടഡ് ടു കം എന്ന് പറഞ്ഞാല് വരാൻ ആഗ്രഹിച്ചു. വാണ്ടഡ് ടു വിസിറ്റ് എന്ന് പറഞ്ഞാല് സന്ദർശിക്കാൻ ആഗ്രഹിച്ചു. വാണ്ടഡ് ടു ജംപ് എന്ന് പറഞ്ഞാല് ചാടാൻ ആഗ്രഹിച്ചു. വാണ്ടഡ് ടു ഈറ്റ് എന്ന് പറഞ്ഞാല് തിന്നാൻ ആഗ്രഹിച്ചു. വാണ്ടഡ് കേട്ടോ. ഓക്കെ. വാണ്ടഡ് ടു എസ്കേപ്പ് ടു ഫാന്റസി പ്ലേസസ്. എവിടേക്കാണ് അവർക്ക് രക്ഷപ്പെടേണ്ടത്? ഫാന്റസി. അവൻ ആഗ്രഹിക്കുന്ന ഒരു ഫാന്റസി ലോകത്തേക്കാണ് അല്ലേ? എങ്ങനത്തെ? ഒരു സ്ഥലം which is full of vibrant, കളർ മുഴുവൻ അതിമനോഹരമായ കളർഫുൾ ആയ സ്ഥലമാണ്. എക്സോട്ടിക് ക്ലൈമറ്റ് ആണ്, ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ് ആണ്. ക്ലൈമറ്റ് എന്താ? കാലാവസ്ഥയാണ്. പിന്നെ എനിമൽസ് ഉണ്ട്. ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് എന്താ? എനിമൽസ് എന്താ? മൃഗങ്ങളുണ്ട്. ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് എന്നാല് ചരിത്രത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ചരിത്രം ഉറങ്ങുന്ന ഒരു ഏരിയയാണ്. ഓക്കെ. അങ്ങനെ അപ്പോ ഒരു കുട്ടിയുടെ ഒരു എന്തിനെ കുറിച്ചാ പറയുന്നത്? ഒരു ഡ്രീമിനെ കുറിച്ചിട്ടാണ്. ഒരു കുട്ടി ആഗ്രഹിക്കുന്ന കുട്ടിയുടെ സ്വപ്നമാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര പോകണം. എന്നിട്ടോ അദ്ദേഹം പറയാണ്, ദോ ദ പോയിന്റ് അറ്റംപ്റ്റ് ടു റീഇൻഫോഴ്സ്. വായിച്ചേ. Though the poet attempted to reinforce the idea that places and people we visit literally became a part of our life and they shape our outlook. ഇതാ ഒരു തീമിന്റെ ഷോർട്ട് ആക്കി പറഞ്ഞിട്ടാണ്. എന്താണ് ആ പോയം? ഈ പോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥയിൽ അത്ര സുഖമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ ചെറിയ പ്രയാസം ഉണ്ടായിരിക്കും. പക്ഷെ ഇതിന്റെ സംഗ്രഹം എന്താണ് അതിൽ ഉൾക്കൊള്ളുന്നത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത് പറഞ്ഞു കഴിഞ്ഞാല് അത് നോക്കിക്കേ. എന്താ പറഞ്ഞത്? പോയം. അപ്പൊ ആദ്യം പോയത്തിൽ എന്താ ഉള്ളതെന്ന് പറഞ്ഞു. പിന്നെ പോയം എഴുതിയ ആൾ സ്റ്റീവൻസൺ എന്താണ് ഇതോട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? പോയിന്റ് അറ്റംപ്റ്റ് ടു പോയിന്റ്. അറ്റംപ്റ്റ് എന്താ? ശ്രമിക്കാം. ഈ പോയത്തിലൂടെ ശ്രമിക്കുന്നത് ടു റീഇൻഫോഴ്സ്, പ്രചോദനം നൽകാൻ. എന്തിനെ കുറിച്ചിട്ട്? ദ ഐഡിയ, ദ പ്ലേസസ് ആൻഡ് ദ പീപ്പിൾ. ഒരു നാട്ടിലെ ജനങ്ങളും അതേപോലെ സ്ഥലങ്ങളും നമ്മൾ വിസിറ്റ് ചെയ്യുന്ന. വി വിസിറ്റ് ലിറ്ററലി ബിക്കേം എന്താവും? പാർട്ട് ഓഫ് അവർ ലൈഫ്. നമ്മൾ എവിടെയാണോ നമ്മൾ പോകുന്നത് അവിടെ കുറച്ചു കാലം നിൽക്കുമ്പോഴേക്കും അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും. ദേ ഷേപ്പ് അവർ ഔട്ട്ലുക്ക്. അവിടെ എത്തുമ്പോൾ നമ്മുടെ ജീവിത രീതികളെല്ലാം മാറും. ഇതാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഇവിടുന്ന് മാറി വേറെ എവിടെയെങ്കിലും പോയി കുറച്ചു കാലം താമസിക്കുമ്പോഴേക്കും അവിടെ ഇന്ററാക്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ജീവിത രീതികൾ മാറുമെന്നാണ് ആര് പറഞ്ഞത്? സ്റ്റീവൻസൺ പറയുന്നു. ഇനി 10ാം ക്ലാസ്സുകാർ ഒരാൾ കൂടി ഉണ്ടല്ലോ അല്ലെ? 10ാം ക്ലാസ്സിന്റെ 1ാമത്തെ ചാപ്റ്റർ. ഇത് ഒന്ന് പറയുന്നതിന് വിഷയം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് നോക്കി. ഇനി ഈ സാധനം എങ്ങനെയാണ് നമ്മൾ ഗ്രാമറിൽ കൊണ്ട് അപ്ലൈ ചെയ്യുന്നത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. നമുക്ക് ഡയമണ്ട് നെക്ലേസ് 1ാമത്തെ പാഠം അല്ലേ? ഡയമണ്ട് നെക്ലേസ്. അതിൽ ഒരു ഡയമണ്ട് നെക്ലേസ് എന്ന് പറഞ്ഞ സ്റ്റോറി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ? കഴിഞ്ഞ വർഷം പഠിച്ച ആളുകൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. ഡയമണ്ട് നെക്ലേസ്. The name of the story, Diamond Necklace. Diamond Necklace എന്നാണ് ആ പാഠത്തിന്റെ പേര്.
The main characters ആ പാഠത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ മെറ്റിൽഡ, ലോയിസെൽ ആൻഡ് മാഡം ഫോറസ്റ്റിയർ. 3 കഥാപാത്രങ്ങളാണ് ആ കഥയിലുള്ളത്. ലോയിസെൽ എന്ന് പറഞ്ഞാൽ the husband of മെറ്റിൽഡ, മെറ്റിൽഡയുടെ ഭർത്താവാണ്. He works as a clerk in Ministry of Education. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഒരു ക്ലർക്കായിട്ടാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. മെറ്റിൽഡ had a lot of dreams. മെറ്റിൽഡയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. മെറ്റിൽഡ borrowed, മെറ്റിൽഡ കടം വാങ്ങി. എന്താ വാങ്ങിയത്? ഡയമണ്ട് നെക്ലേസ്, ഒരു ഡയമണ്ട് നെക്ലേസ് കടം വാങ്ങി. ഫ്രം ഹെർ ഫ്രണ്ട്. ആരുടെ കടം വാങ്ങി? ഫ്രണ്ടിന്റെ അടുത്ത് കടം വാങ്ങി. എന്നിട്ടോ but diamond necklace was lost from a party. ഒരു പാർട്ടിക്ക് പോയപ്പോൾ ഡയമണ്ട് നെക്ലേസ് നഷ്ടപ്പെട്ടു. മെറ്റിൽഡ and Loisel lost everything. മെറ്റിൽഡയ്ക്കും ലോയിസെലിനും എല്ലാം നഷ്ടമായി. To give back the necklace തിരിച്ചു നൽകാൻ. ഇതാണ് 10ാം ക്ലാസ്സിന്റെ 1ാമത്തെ പാഠം. ഇത്രയും ക്ലിയർ ആണല്ലോ? റെഡി സെറ്റ്. ഇത് നമ്മൾ നോക്കണേ. ഇനി നിങ്ങളുടെ പേപ്പർ നേരെ മറുഭാഗം ഉണ്ടായിരിക്കും. ഓക്കെ, മറുഭാഗം ഉണ്ടോ? ആ മറുഭാഗത്ത് കുറേ ഏരിയ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താ കൊടുത്തേ? എന്താ കൊടുത്തേ? ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. 2 സ്പീച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ? 3 ഡയറി, 4 പ്രൊഫൈല്, 5 ഇമെയിൽ.